മച്ചാമറേ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ മറ്റൊരു ട്രിപ്പ് പോവാണ്, ജർമ്മനിയിൽ നിന്ന് ഇറ്റലി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, കമ്പനിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ 7:30 നമുക്ക് 9:30 ആകുമ്പോഴത്തേക്കും ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് ഫസ്റ്റ് പിക്ക്. അവിടെ നേരെ സ്റ്റുട്ട്ഗാർട്ട് എയർപോർട്ട്, അവിടുന്ന് രണ്ടാമത്തെ പിക്ക്, അവിടുന്ന് നേരെ ഇറ്റലി റോം. അപ്പോൾ ഈ ട്രിപ്പ് ഞാനും നിതീഷേട്ടനുമാണ് പോകുന്നത്. നമ്മുടെ വണ്ടി അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. നിതീഷേട്ടൻ ടാക്കിടാനുള്ള പരിപാടിയാണ്. ഫസ്റ്റ് നിതീഷേട്ടൻ വണ്ടി പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രാങ്ക്ഫർട്ട്, നമ്മുടെ കമ്പനിയിൽ നിന്ന് ഏതാണ്ട് എത്ര കിലോമീറ്റർ 140 കിലോമീറ്റർ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട്. അവിടുന്ന് ഫസ്റ്റ് ആൾക്കാരെ പിക്ക് ചെയ്ത് നേരെ സ്റ്റുട്ട്ഗാർട്ട്, അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് രണ്ടാമത്തെ ആൾക്കാരെ പിക്ക് ചെയ്ത് ഇറ്റലി. നിതീഷേട്ടൻ ഇപ്പോൾ പോകലേ വിക്ടറി ടാക്കോ ഇട്ട്. നമ്മൾ ട്രക്കിലെ പോലെ തന്നെ ഡബിൾ ഡ്രൈവറാണ് പോണേ. സെയിം ടാക്കോ റൂൾസ് എല്ലാം സെയിം തന്നെ, ട്രക്കിലെ പോലെ തന്നെ ടാക്കോ ഇടുക. ടാക്കോ ഇട്ടിട്ട് നമ്മൾ ടാക്കോ ടൈം അനുസരിച്ച് തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ 2 ഡ്രൈവർമാരാണ് ലോങ്ങെല്ലാം പോകുന്നത്. അപ്പോൾ ഇനി വിശേഷങ്ങൾ വഴിയേ കാണാം. അപ്പോൾ 1, 2, 3 പാർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോ. അപ്പോൾ കൂടെ കുടിക്കാം. നമുക്ക് മച്ചാമാരെ ചെതറിയിക്കാം. മച്ചാമാരെ നമ്മൾ 9 മണിയായപ്പോഴേക്കും ഫ്രാങ്ക്ഫർട്ട് ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റാൻഡ് വന്നു കേട്ടോ. നിതീഷേട്ടാ, ഞങ്ങൾ അവിടെ നിന്ന് വന്നതിൻ്റെ ക്ഷീണത്തിൽ ഒരു ക്യാപ്പിച്ചീനൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുക. ബാക്കിയുള്ള വിശേഷങ്ങൾ പോണ വഴിയോ കണ്ടുകൊണ്ടിരിക്കുക. രാത്രി ആയതുകൊണ്ട് ഒത്തിരി നൈറ്റ് വീഡിയോസ് ഉണ്ടാവില്ല, എന്നാൽ പോലും 5-6 ദിവസം ട്രിപ്പ് ആയതുകൊണ്ട് വീഡിയോകൾ വരും. അപ്പോൾ മച്ചാമാരെ കൂടെ കുടിക്കാൻ നമുക്ക് ഒരുമിച്ച് റോമിൽ പോയി റോമൊക്കെ കണ്ട് കറങ്ങി തിരിച്ചു വരാം. ഓക്കെ, ചെത്തറിയാൻ നിൽക്കട്ടെ കേട്ടോ. ഫസ്റ്റ് പിക്കപ്പ് കഴിഞ്ഞ് നമ്മളിത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സെക്കൻഡ് ലൊക്കേഷനിലേക്ക്. അങ്ങനെ നമ്മൾ സ്റ്റുട്ട്ഗാർട്ട് എയർപോർട്ടിൻ്റെ അടുത്തെത്തി. ആൾക്കാരെടുക്കാനായിട്ട് പോകുന്ന ബസ് പാർക്കിങ്ങിൽ ആൾക്കാരെടുക്കാനായിട്ട് എയർപോർട്ടിൻ്റെ താഴെയുള്ള ബസ് പാർക്കിങ്ങിൽ നമ്മൾ നിർത്തി. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, ലഗേജും കാര്യങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിതീഷേട്ടൻ ലഗേജൊക്കെ ഒന്ന് കയറ്റാൻ സഹായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി നമ്മളിവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ മെയിൻ സാരഥി നിതീഷേട്ടൻ സൈഡിലേക്ക് ഒതുങ്ങി, നമ്മൾ ടാക്കോ ബ്രേക്കായി. ഇനി നമ്മളാണ് പറപ്പിക്കണേ. ഇനി ഒറ്റ പോക്ക് നേരെ സ്വിറ്റ്സർലൻഡ് വഴി ഇറ്റലി. നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡിൽ പാർക്കിങ്ങിലെത്തി, ഒരു പമ്പിൽ ടാക്കോ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ സമയം 4 മണി. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് എടുത്തോളും. വന്ന വഴിയൊക്കെ കിട്ടുമായിരുന്നു, പക്ഷെ കാണിക്കാൻ നിവൃത്തിയുണ്ടായില്ല. കാരണം എന്താ ഇരുട്ടായിരുന്നു. അത് തന്നെ തിരിച്ചു പോകുമ്പോഴും വന്ന വഴി കാണിക്കാൻ പറ്റില്ല, കാരണം ഇരുട്ടാണ്. പക്ഷെ നമ്മൾ ഇറ്റലിയിൽ നമ്മൾ പൊളിക്കും എന്ന് വിചാരിക്കുന്നു, അവിടെ വെട്ടം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏതായാലും നമുക്ക് രാവിലെ 8:30 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയത്. അത് പാർക്കിങ് സ്വിറ്റ്സർലൻഡിലൊരു പമ്പിലാട്ടോ. ദേശീയണ തണുത്ത വെള്ളത്തിൽ ചാടി കോഴിനപ്പോൾ അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് -5. ഇതുവരെ മനസ്സിലായില്ല എങ്ങനെ പോകണം, എന്തിനാ പോകണമെന്നുള്ളത്. നമ്മൾ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കയറിയതാട്ടോ. WCയിൽ വന്നു ടോയ്ലറ്റിൽ സ്വിറ്റ്സർലൻഡിലാട്ടോ. അടിപൊളി സെറ്റപ്പ് കൊള്ളാല്ലേ. ചായ എടുക്കാം, അതിനുള്ള ടോയ്ലറ്റ്, ഷവർ, അങ്ങനെയുള്ള സൗകര്യങ്ങൾ. ക്രിസ്മസിൻ്റെ അലങ്കാരം. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ ഇറ്റലിയിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 7:30 രാവിലെ നമ്മൾ ഇറ്റലി മിലാനോ എന്ന് ഒരു ചായ കാപ്പിച്ചിനോയും എന്തോ പേരറിയാത്ത 2 സാധനങ്ങളും കൂടി മേടിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ മിലാനോ ടൗണോ കാര്യങ്ങളൊക്കെ ഇറങ്ങാമെന്നുള്ള അടുത്ത പരിപാടി. അപ്പോൾ എങ്ങനെയാണ് അതിന് കറക്റ്റ് ചാർട്ടുന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കൂടുതൽ ടീം ലീഡറുണ്ട്, പുള്ളി പറഞ്ഞനുസരിച്ച് നമ്മൾ പോകാമെന്നുള്ളത് മാത്രം. അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ്. നമുക്കൊരു 9 മണിക്കൂർ ടാക്കോ ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് നമ്മൾ ടാക്കോ ബ്രേക്ക് എടുക്കും. അതിനുശേഷം നൈറ്റാണ് നമ്മൾ ഇവിടെ നിന്നെടുത്ത് ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. രാത്രി ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അവരൊന്ന് ഫ്രഷായി ചായ കുടിച്ചു. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ വണ്ടി നിതീഷേട്ടൻ നടക്കുന്നുണ്ട്.
വണ്ടിയൊക്കെ മൊത്തം ചെളി കേട്ടോ. നല്ല മഞ്ഞും മഴയും റോഡിൽ ഉപ്പും എല്ലാം കൂടി ആയിട്ട് ചെളി മൊത്തത്തിൽ വണ്ടി അലമ്പായി. ഞങ്ങൾ നമ്മൾ അങ്ങനെ മിലാനിൽ എത്തി.